എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഇൻ്റഗ്രലിനെ കുറിച്ചും അതിൻ്റെ ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ മറ്റു ചില ആപ്ലിക്കേഷനുകളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, വി ക്യാൻ യൂസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കർവ്. ഒരു കർവിൻ്റെ ലെങ്ത് കാണാനുള്ള ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? സപ്പോസ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ദാറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്, എക്സിസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദാറ്റ് ഈസ് ദിസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി except possibly at finitely many points. Then the length of the curve f of x on AB, that is നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന y ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന കർവ് എ മുതൽ ബി വരെ ഉള്ള ആ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദിസ് കർവ് എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് എന്നാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കർവ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ നോക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണോ നോക്കണം. എങ്കിൽ നമുക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ അതിൻ്റെ ലെങ്ത്ത് ഈ ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് എന്ന് പറയാം. ഇത് ഈ കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ അല്ലെങ്കിൽ കർവിൻ്റെ ഇക്വേഷനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന രൂപത്തിൽ മാറ്റി എഴുതാൻ കഴിയണം. നമുക്ക് തരുന്ന ഇക്വേഷനുകളെല്ലാം y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ കഴിയണം. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഇൻ്റർവെല്ലിലാണെന്ന് മനസ്സിലാക്കണം. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റർവെൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും. ഇങ്ങനെ ഒരു ഇൻ്റർവെല്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിലേ നമുക്ക് ഈ കാണുന്ന ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കർവ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇനി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറയുന്ന രൂപത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഫോമിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ കർവിന് എങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഈ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നായിരുന്നു. ഇവിടെ നമുക്ക് എക്സിൻ്റെ വേരിയേഷനാണ്, ഇവിടെയോ വൈയുടെ വേരിയേഷനാണ് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ആ ഇൻ്റർവെൽ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയുന്ന രൂപത്തിൽ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നമുക്ക് വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ജി ഡാഷ് ഓഫ് വൈ ഓൾ സ്ക്വയർ ഡി വൈ എന്ന ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇത് ഉപയോഗിച്ചുകൊണ്ടൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് തന്നിരിക്കുന്ന ഡെഫിനിഷനിലെ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. ഇവിടെ സിൻസ് ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഡെഫിനിഷനിൽ എന്താ പറഞ്ഞിരുന്നത്? ഇത് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ്. y ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് continuous on
ക്ലോസ് ഇൻ്റർവൽ 0, 1. നെക്സ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആൻഡ് dy by dx equal to x square derivative 2x. It is also a polynomial function. ഇതും ഒരു polynomial function ആണ്. So it is continuous. അപ്പോൾ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ്, തന്നിരിക്കുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം. Therefore length of curve y equal to x square from x equal to 0 to x equal to 1 is L equal to integral 0 to 1 root of 1 plus dy by dx all square dx എന്ന് കിട്ടും. That is equal to integral 0 to 1 root of 1 plus dy by dx equal to 2x ആണ് നമ്മൾ കണ്ടു. 2x all square dx എന്ന് കിട്ടും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 1 plus 2x all square dx എന്ന് പറയുന്നതിനെ നമുക്ക് പല രീതികളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് 2x equal to u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 dx equal to du എന്നാവും. സോ dx equal to 1/2 du എന്ന് കിട്ടും. അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിരിക്കുന്നത് പോലെ കുറച്ച് വിശദമായിട്ടും ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയുക. ഇവിടെ 2x equal to tan theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൽ a square plus x square എന്ന് പറയുന്ന ഈ രൂപത്തിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ x is equal to a tan theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഒക്കെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ സീക്ക് തീറ്റ, അങ്ങനെ കുറേ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ്. നമുക്ക് ചില ആളുകൾക്ക് ഇതാണ് ഈസി എങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഇനി ഇൻ്റഗ്രൽ ഫോർമുല അറിയുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ മാറ്റിയതാ. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ x equal to 0 to 1. ഇവിടെ ആ ലിമിറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നീട് നമുക്ക് അവസാനം മാറ്റിയതാ റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ ഇൻറ്റു 1/2 ഡി എന്ന്. ഞാനിവിടെ x equal to 0 to 1 എന്ന് എഴുതിയത് ഇവിടെ നമുക്ക് വേരിയബിൾ യുവിലാണുള്ളത്. പക്ഷേ ലിമിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അവസാനം റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി പോണത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്. ഈ ഇൻ്റഗ്രൽ ഏത് രൂപത്തിലാണുള്ളത്? ഈ ഇൻ്റഗ്രൽ നമുക്ക് കാണാം. ഇവിടെ ഉള്ളത് ഇങ്ങനെയാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന രൂപത്തിലാണുള്ളത്. അതിൻ്റെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് root of 1 a square plus x square plus c എന്നാണ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് എന്താണ്? ഈ 1/2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഈ 1/2 കൂടെ ഉണ്ടാവും. 1/2 ഇൻറ്റു എക്സിന് പകരം ഇവിടെ ഉള്ളത് യു ആണ്. അപ്പോൾ യു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. 1 ഇൻറ്റു ലോഗ് എക്സിന് പകരം യു പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രം 0 to എക്സ് ഈക്വൽ ടു 0 to 1 ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു യു എന്ന് പറയുന്നത് 2x ആണ്. 2x ഇൻറ്റു റൂട്ട് ഓഫ് 2x ഓൾ സ്ക്വയർ പ്ലസ് ലോഗ് 2x പ്ലസ് റൂട്ട് ഓഫ് 1 plus 2x all square എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫ്രം എക്സ് ഈക്വൽ ടു 0 to 1. എക്സ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു എക്സിനെല്ലാം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 1 ഇൻ റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് ലോഗ് 2 ഇൻറ്റു 1 2 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 സ്ക്വയർ എന്നുണ്ടാവും. മൈനസ്
എക്സ് ഇക്വൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 0 ആവും, അപ്പോൾ ഈ ടൈം 0 ആവും. പിന്നെ ലോഗ് 2x പ്ലസ് ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു ഇവിടെ നമുക്ക് എഴുതിയേക്കാം 2 ഇൻറ്റു 0 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ലോഗ് 2 ഇൻറ്റു 0 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു 0 ഓൾ സ്ക്വയർ. ഇങ്ങനെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് ലോഗ് 2 പ്ലസ് റൂട്ട് 5 മൈനസ് ഇവിടെ 0 ആവും. പിന്നെ ലോഗ് 2 പ്ലസ് 2 ഇൻറ്റു 0 0 ആവും പ്ലസ് റൂട്ട് 1 ലോഗ് 1 എന്നാവും. ലോഗ് 1 0 ആണ്. അപ്പോൾ മൈനസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് the result is 1/4 into 2 root 5 plus log 2 plus root 5 എന്നാണ് കിട്ടുക. ഇതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.479 എന്ന് കാണാം. ഇങ്ങനെയാണ് കർവുകളുടെ ലെങ്ത്ത് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനുള്ള രീതി. ഇതുപോലെ തന്നെ ഒരു സർഫസിൻ്റെ ഏരിയ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഏരിയാസ് ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ യൂസിങ് ഇൻ്റഗ്രൽ. സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കർവ്, സപ്പോസ് വി ഹാവ് എ കർവ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കർവ് ഉണ്ടോ വിചാരിക്കാം. ഈ ഒരു കർവിനെ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സർഫസ് എന്താണോ ആ സർഫസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു കർവ് വരച്ചിട്ടുണ്ട്. ഇൻ ദ ഇൻ്റർവെൽ 0 <= x <= a എന്ന്. ഈ ഒരു കർവിനെ നമ്മൾ y ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർഫസുകളായിരിക്കും. എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെ, ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സർഫസ് എങ്ങനെയായിരിക്കും? ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഞാൻ വരയ്ക്കാം. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ സർഫസ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതുപോലെ ഒരു സർഫസ് ആയിരിക്കും. ഏകദേശം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതുപോലെ ഒരു സർഫസാണ് നമുക്ക് കിട്ടുക. അത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന സർഫസാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമ്മൾ കർവുകളെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇതുപോലെയുള്ള സർഫസുകളാണ് നമുക്ക് കിട്ടുക. ഇതിന് ഞാൻ എക്സ് ആക്സിസാണ് എടുത്തിട്ടുള്ളത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കർവിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ y = f(x) എന്ന് പറയുന്ന ഒരു കർവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതേ കർവ് തന്നെ നമ്മൾ y ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മളെ കർവ്. ഇങ്ങനെ ഇതിനെ നമ്മൾ y ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇതുപോലെ ഒരു സർഫസാണ് കിട്ടുക. ഇങ്ങനെ ഞാനൊരു ഏകദേശ ചിത്രമാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു സർഫസ് നമുക്ക് കിട്ടും ഇതുപോലെ. കേട്ടോ? അപ്പോൾ ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും y ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർഫസുകളായിരിക്കും. ഇത് റെവല്യൂഷൻ എബൌട്ട് y ആക്സിസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള സർഫസുകളുടെ ഏരിയ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു കർവ് നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലൊരു കർവ് ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കർവ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഏത് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുവഴി ഉണ്ടാകുന്ന സർഫസ് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സർഫസ് ഏരിയ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഡെഫിനിഷൻ അനുസരിച്ച് പറയുന്നത് എങ്ങനെയാണ്? സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ y = f(x) or a curve defined by the function y = f(x) which is continuous on closed interval ab and differentiable on the ab.
Differentiable means f dash of x exists in closed interval AB, and the f dash of x is continuous on closed interval AB. Then the surface obtained by revolving about x-axis, that is the surface obtained by rotating or revolving the curve y equal to f of x about x-axis is s equal to 2 pi into integral a to b y into root of 1 plus dy by dx all square dx എന്ന്, അതായത് that is 2 pi integral a to b y equal to f of x into root of 1 plus f dash of x all square dx എന്ന് പറയും. ഇതാണ് y equal to f of x എന്ന് പറയുന്ന ഒരു കർവ്. നമുക്ക് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന സർഫസ് ഏരിയ കാണാവുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എബൌട്ട് വൈ ആക്സിസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റെവല്യൂഷൻ നമ്മൾ സർഫസ് കിട്ടിയത് എബൌട്ട് വൈ ആക്സിസ് റൊട്ടേഷനിലാണ്, ബേസ് ചെയ്തുകൊണ്ടുള്ള റൊട്ടേഷനിലാണ് കിട്ടിയതെങ്കിൽ അവിടെ സർഫസ് ഏരിയ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? സർഫസ് ഏരിയ എസ് ഇസ് ഈക്വൽ ടു 2 pi into integral a to b x into root of 1 plus f dash of x all square dx എന്ന്. ഈ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനുള്ളൂ. എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ വൈ എന്ന് കിട്ടും, എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ ഇവിടെ എക്സ് എന്നുമാണ് നമ്മൾ എടുക്കേണ്ടത്. അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ ഇൻ്റഗ്രലിൽ വരുത്തിയിട്ട് ഫംഗ്ഷൻ്റെ റിലേഷനിൽ വരുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യാനുള്ള എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഫ്രസ്റ്റം ജനറേറ്റഡ് ബൈ revolving the line segment y equal to x by 2 plus 1 by 2 for 1 less than or equal to x less than or equal to 3 about x axis. Examine the result with the geometrical formula frustum surface area equal to pi into r1 plus r2 into slant height എന്നാണ്. ഇവിടെ നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. കർവ് തന്നിരിക്കുന്നത് ലൈൻ സെഗ്മെൻ്റ് ആണ്. y equal to x by 2 plus 1 by 2 in the interval closed interval 1 3. about x axis ആണ് പറഞ്ഞിരിക്കുന്നത്. And next we have to examine the result with the geometrical formula frustum surface area equal to pi into r1 plus r2 into slant height. അപ്പോൾ ഈ രണ്ട് കേസുകളിലൂടെയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് സെയിം ആണ് എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് ഈസി ആയിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ടാണ്. സിമ്പിൾ കർവുകളൊക്കെ മറ്റേ ആണെങ്കിൽ നമുക്ക് അവിടെ ജോമെട്രിക്കൽ ഫോർമുല, ഡയറക്റ്റ് ജോമെട്രിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത്. സൊല്യൂഷനിലേക്ക് പോവാം. അതിനായി ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കർവ് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. സ്ട്രെയിറ്റ് ലൈനിൽ എക്സ് ബൈ 2 പ്ലസ് 1 ബൈ 2 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പോയിന്റുകൾ 1 2 3 ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ പോയിന്റുകൾ കിട്ടുന്നതും ഗ്രാഫ് വരയ്ക്കുന്നതും ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്ട്രെയിറ്റ് ലൈൻ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. നമുക്കതിനെ ഒരു ഫ്രസ്റ്റമായിട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന കോൺ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കോൺ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ നീട്ടി വരച്ചാൽ ഉണ്ടാവുക. ഇനി അതിനെ എക്സ് ആക്സിസ് റൊട്ടേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏകദേശം ആ കോൺ ഒന്ന് വരച്ചേക്കാം. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന കോൺ. എക്സ് ആക്സിസ് റൊട്ടേഷൻ കിട്ടാൻ പോകുന്ന കോൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അതിലെ ഫ്രസ്റ്റം ഓഫ് കോൺ ആണ് നമുക്ക് ആവശ്യമുള്ളത്, ഈ കോണിൻ്റെ ഫ്രസ്റ്റം. അപ്പോൾ ഇത്രയേ നമുക്ക് കർവ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരച്ചാൽ കിട്ടുന്ന ഫ്രസ്റ്റം ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫ്രസ്റ്റം ഉണ്ടാവുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സർഫസ് എന്ന് പറയുന്നത്. ഇത്രയാണ്. ഇതാണ് നമ്മുടെ സർഫസ്, ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറയും. അപ്പോൾ ഇനി ഇതിൻ്റെ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കവിടെ ഈ ഫ്രസ്റ്റത്തിൻ്റെ രണ്ട് റേഡിയസ്, നമ്മൾ ഇവിടെ ഔട്ടർ ആയിട്ടുള്ളൊരു സർക്കിളുണ്ട്, ബേസ് എന്ന് പറയാം. ഇവിടെ ഒരു സ്മോൾ സർക്കിളും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ റേഡിയസിനെ
R1 എന്നെടുക്കാം. R1 ഈ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസ്കിൻ്റെ നമുക്കിവിടെ ഡിസ്ക് ആയിട്ടാണ് കിട്ടുക എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെത് R2 എന്നും എടുക്കാം റേഡിയസ്. ഇതിന് R1 എന്നും ഇത് R2 എന്നും. ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. നമുക്ക് ഇത്രയല്ലേ നമുക്ക് കർവുള്ളൂ, സ്ട്രേറ്റ് ലൈൻ ഉള്ളൂ, മൊത്തത്തിലില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് 1, 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലായതുകൊണ്ട് നമുക്ക് ഈ സ്ട്രേറ്റ് ലൈൻ മാത്രം എടുത്താൽ മതി. ഇതാണ് നമുക്ക് വരുന്ന സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോയിൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഉള്ള പോയിൻ്റ് ഏതൊക്കെയാണ്? ഇവിടെ പോയിൻ്റ് ഉള്ളത് 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്ന സമയത്ത് 1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കിട്ടും. ഇവിടെ 3 എടുക്കുന്ന സമയത്ത് നമുക്ക് 3, 2 എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് സപ്പോസ് ഇതിനെ AB എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ലെങ്ത് ഓഫ് AB ഈക്വൽ ടു റൂട്ട് ഓഫ് 3 - 1 2 സ്ക്വയർ പ്ലസ് 2 - 1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓർ ദ ലെങ്ത് ഓഫ് ദി സ്ട്രേറ്റ് ലൈൻ ഈക്വൽ ടു റൂട്ട് 5 എന്ന് കിട്ടും. നമുക്കിത് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കർവ് കണ്ടിന്യൂസ് ആണോ അതുപോലെ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചെയ്ത് നോക്കാം. വി ഹാവ് ദ കർവ്, വി ഹാവ് ദ സ്ട്രേറ്റ് ലൈൻ y ഈക്വൽ ടു x/2 plus 1/2 in the interval defined in the interval closed interval 1-3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. We know clearly it is continuous on closed interval 1-3. എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആണ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണ്. സിൻസ് നമുക്കിങ്ങനെ എഴുതി കളയാം, സിൻസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ. So clearly it is continuous on closed interval AB. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. Now the derivative dy by dx equal to 1/2 എന്ന് കിട്ടും. 1/2 അത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നത് dy by dx. So it is also continuous on closed interval 1-3. അപ്പോൾ y ഈക്വൽ x/2 + 1/2 അതും അതിൻ്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ്, തന്നിരിക്കുന്ന ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഫ്രസ്റ്റം ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ ലൈൻ സെഗ്മെൻറ്റ് എബൌട്ട് എക്സ് ആക്സിസ്. ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് റൊട്ടേഷൻ ആണ്. എബൌട്ട് എക്സ് ആക്സിസ് ഈസ് ഗിവൺ ബൈ സർഫസ് ഏരിയ ഈക്വൽ ടു 2 pi into integral a to b y into root of 1 plus dy by dx all square dx. That is equal to 2 pi into integral a to b means 1 to 3. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളത് y ഈക്വൽ ടു x/2 + 1/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x/2 + 1/2 into root of 1 plus dy by dx all square, where dy by dx is equal to 1/2. So 1/2 all square dx എന്ന് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേ റിസൾട്ട് തന്നെയാണോ നമ്മുടെ ജിയോമെട്രിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ കിട്ടുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. നമുക്ക് ജിയോമെട്രിക് ഫോർമുല എന്തായിരുന്നു? ദാറ്റ് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഫ്രസ്റ്റം ഓഫ് കോൺ. സർഫസ് ഏരിയ ഓഫ് കോൺ ഫ്രസ്റ്റം ഈക്വൽ ടു നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? പൈ ഇൻറ്റു R1 + R2 ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളതാണ്. സ്ലാൻഡ് ഹൈറ്റ്
അവിടെ നമുക്ക് R1 R2 എന്ന് പറയുന്ന ആ റേഡിയസ് എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്കിവിടെ R1 R2 എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഫിഗറിൽ നിന്ന് എത്രയാണ് കിട്ടിയിരുന്നത്? നമ്മൾ നേരത്തെ വരച്ച ഫിഗർ ഇതായിരുന്നു. ഇവിടെ നിന്ന് R1 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്കറിയാം 1 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ y പോയിൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് y. സോ വി ക്യാൻ ടേക്ക് R1 ഈക്വൽ ടു ഹിയർ R1 ഈക്വൽ ടു 1 ആൻഡ് R2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് 2 ആണ് അവിടുത്തെ y പോയിൻ്റ് ഉള്ളത്. നമുക്ക് ആ ഡിസ്റ്റൻസ് R2 ഈക്വൽ ടു 2 എന്ന് കാണാം. അതുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 1 + 2 into slant height, that is equal to √5. That is pi into 3 into √5, that is 3π√5 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ജോമെട്രിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടല്ലേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടും അതുപോലെയുള്ള ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോമെട്രി ആയതുകൊണ്ടുമാണ് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. എല്ലായ്പ്പോഴും നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്തും ഈ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള ബാക്കി എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഭാഗത്തിൻ്റെയും എക്സാമ്പിൾസും അവിടെയുണ്ട്. X ആക്സിസും Y ആക്സിസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാവുന്നുണ്ടോ നോക്കുക. മനസ്സിലാവാതിരിക്കാൻ സാധ്യതയില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓരോ എക്സാമ്പിൾസും വ്യത്യസ്ത രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓരോന്നും നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. റിസൾട്ട് കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.